വിശുദ്ധ ദൈവത്തിലെ ജീവനുള്ള വചനങ്ങളെ അറിയിക്കുന്ന നാം കേൾക്കണം. Evangelion gadisho da moranish mishiho guru so samagyonis men matais liho magrisone da magres hai furgono levolmo Isabella Hawkil Dandavrono Sen Moran Valo and Furugo Dilanishum Shiho Melsudaro Despasa Melsuto Cadisto Maria Polenden Hokano എറിഗോയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വളരെ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. വഴികരികെ 2 കുരുടന്മാർ ഇരുന്നിരുന്നു. യേശുനമ്പുരാൻ കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ അവർ ദാവീദിന്റെ പുത്രനായ കർത്താവേ, ഞങ്ങളിൽ മനസ്സലിയണമേ എന്ന് നിലവിളിച്ചു പറഞ്ഞു. മിണ്ടാതിരിപ്പാനായി പുരുഷാരം അവരെ വിലക്കി. അവരും അധികം ഉച്ചത്തിൽ ദാവീദിന്റെ പുത്രനായ കർത്താവേ, ഞങ്ങളിൽ മനസ്സലിയണമേ എന്ന് പറഞ്ഞു. യേശുനമ്പുരാൻ നിന്നവരെ വിളിച്ച്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ അവനോട്, കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ തെളിയിക്കണമെന്ന് പറഞ്ഞു. അവൻ മനസ്സലിഞ്ഞ് അവരുടെ കണ്ണുകളെ തൊട്ടു. ഉടൻ അവരുടെ കണ്ണുകൾ തെളിഞ്ഞു. അവർ അവന്റെ പിന്നാലെ പോവുകയും ചെയ്തു. അപ്പോൾ മൂകനും കുരുടനുമായി തീർന്ന ഒരു പിശാച് ബാധിതനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ മൂകനും കുരുടനുമായവൻ സംസാരിക്കുകയും കാണുകയും ചെയ്യത്തക്കവണ്ണം അവൻ അവനെ സുഖപ്പെടുത്തി. പുരുഷാരമെല്ലാം വിസ്മയിച്ച്, ഇവൻ ദാവീദിന്റെ പുത്രനായിരിക്കുമോ എന്ന് പറഞ്ഞു. എന്നാൽ പരീശന്മാർ അത് കേട്ടപ്പോൾ, ഇവൻ പിശാചുകളെ ഒഴിക്കുന്നത് പിശാചുകളുടെ തലവനായ ബെൽസബൂബിനെ കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല എന്ന് പറഞ്ഞു. യേശുനമ്പുരാൻ അവരുടെ വിചാരങ്ങളെ അറിഞ്ഞവനോട് പറഞ്ഞു, ഏതൊരു രാജ്യവും അതിന് തന്നെ വിരോധമായി ചിത്രിക്കുന്നതാകയാൽ അത് നശിച്ചു പോകും. ഏതൊരു ഭവനമാകട്ടെ പട്ടണമാകട്ടെ അതിന് തന്നെ വിരോധമായി ചിത്രിക്കുന്നതാകയാൽ അത് നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തനിക്ക് തന്നെ വിരോധമായി ചിത്രിക്കുകയാണ്. പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ പിശാചുകളെ ഒഴിക്കുന്നത് ബെൽസബൂബിനെ കൊണ്ടാണെങ്കിൽ നിങ്ങളുടെ മക്കൾ അവയെ ഒഴിക്കുന്നത് ആരെ കൊണ്ടാണ്? ആകയാൽ അവർ നിങ്ങൾക്ക് ന്യായകർത്താക്കളായി തീരും. ഞാൻ പിശാചുകളെ ഒഴിക്കുന്നത് ദൈവാത്മാവിനെ കൊണ്ടാണെങ്കിൽ ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു. ശൈനോവ ശ്ലോമോ വലിയോരായുധമാം നോമ്പിൽ തീഷ്ണതയുൾക്കൊള്ള ഇതിനാൽ ജയമേറ്റു ബ്രദര മത്സ്യായും പൂർണ്ണരും മലയിൽ മോശ ശോഭിച്ചതിനാലെ നാഥൻ സാത്താൻ ഇതിനാൽ വേണ്ടു എലിയാതിരിയായതിനാൽ കയറിയോരേ സദനവാൻമോ ശ്രേഷ്ഠത പൂണ്ടല്ലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും വിടാതിരേറ്റുവാൻ ഞങ്ങൾ അർഹരായി ഭവിക്കണമേ. സ്ലീബാമരത്തിന്മേൽ സ്വയം അർപ്പണം ചെയ്ത
ഞങ്ങൾക്ക് വേണ്ടിയുള്ളവന്റെ ബലിയർപ്പണ മുഖാന്തരം ഞങ്ങൾക്ക് പാപമോചനം നൽകിയവനും മരിച്ച് തന്റെ മരണത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും പുനരുത്ഥാനം ചെയ്ത് തന്റെ പുനരുത്ഥാനം മൂലം ഞങ്ങളെ ഉദ്ധരിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തന്റെ കൂട്ടത്തിൽ ഞങ്ങളെ കയറ്റുകയും ചെയ്തവനുമായ സ്വീകാര്യ കുർബാനയായ കർത്താവിന് ദൈവികമായി ഈ സ്തോത്ര ബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ആചാര്യന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും അയച്ചു കളയണമേ. ഉത്തമനേതേതോന്ന് ഞങ്ങളിൽ കരുണ തോന്നണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും ഹൃദയമാകുന്ന പരിമഞ്ഞ് തെളിക്കണമേ. കർത്താവ് മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്നും നീക്കിമായി കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങളിൽ നിന്നും കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധാത്മ നൽവരം ഇവർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിപ്പാൻ അർഹരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യമത്യവും ഇവരെ അറിയിക്കണമേ. ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തതയും വാഴുമാറാകണമേ. ശിക്ഷകളിൽ നിന്നും കോപ വഴികളിൽ നിന്നും ഇവരെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ വിശുദ്ധ ശ്ലീവായാൽ ഇവരെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലത് ഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു.
نروح نقابل الصيد حوض بقولنا توهي بطريقون والمال ولا والمين ദിവ്യജ്ഞാനം പ്രവർത്തിക്കുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ബഹുമാനപ്രിയായ പ്രാർത്ഥനയെ ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭക്ഷണപ്പെട്ട മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ പ്രതിഭാവത്തിൽ ജീവനുള്ളവരെയും മറ്റുള്ളവരെയും വിധിപ്പാൻ തന്റെ പരിപാടി വിശ്വസിക്കുന്നു. ജീവിക്കുന്ന ഗർഭം വിശ്വസിക്കുന്നു. മോചിക്കും സമയം ഉന്നത പദവിയിലെ ആചാര്യൻ അനുഭവിച്ചേടും അനുഷ്ഠിക്കും നീ ഐക്യവും പരിപൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ സമാധാനം പരിശുദ്ധവും ദിവ്യമായ ചുമലത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനം പ്രാപിച്ച ശേഷം കരുണയുള്ള കർത്താനും തലവലിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ കുരിശ് നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ ദൈവീക കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകലാശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. എല്ലാ ദൈവഭക്തിയോടും കൂടെ ബഹുമാനപ്പെട്ട ആചാര്യകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഐക്യവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് ചെറുപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് മശിഹാതമ്പുരാനായിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ഭക്തിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവേ, പരിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ ഗണങ്ങളോടും ഒരുമിച്ച് സ്തുതിവചനങ്ങൾ കീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ കാതീശ് പാടി ഉച്ചത്തിൽ അങ്ങേ മഹത്വപ്പെടുത്തി പറയുന്നു. പാപമില്ലാത്തവനായ താൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മനസ്സോട് മരണാനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട ആ രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുറിച്ചു. പരിശുദ്ധ സ്നേഹന്മാരായതിന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുൾ ചെയ്തു, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനം വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു. പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ ദാസയും സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ചു. പരിശുദ്ധ സ്നേഹന്മാരായ തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി പാലം ചെയ്യുകയും എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്നതും പാപമോചനത്തിന് നിത്യജീവനം വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന പുതിയ നിയമത്തിൻ്റെതായ എന്റെ രക്തമാകുന്നു.
ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിച്ച് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം ചെയ്യുവേൻ എന്നരുൾ ചെയ്തു. അതാമോ ദോസിനോ ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ സഭ നിന്റെ രക്ഷാകരമായ നിന്റെ പരസ്യ ശുശ്രൂഷ മുഴുവനായും എല്ലാവർക്കും അവരവന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ക്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയിൽ നിന്റെ ഇടവരും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പശ്ചാത്താപഭാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ സർവമാവുന്ന മേഖലകളിൽ നിന്ന് പ്രധാനത്തോടുകൂടി അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിസ്ഥ കുർബാനമേ വരുത്തി ആവർത്തിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന പ്രഭക്തരും ഈ സമയത്ര പ്രവിക്കത്തക്കതുമാകുന്നു. നിങ്ങളുടെ കത്തോടും ഭയത്തോടും തുടർന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനം കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. എന്റെ കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയവ് ചെയ്തെന്നിൽ കരുണ ചൊരിയണമേ. പരിശുദ്ധ ആശീർവദിച്ച് ഇതിനെ ഞങ്ങളുടെയുമായ സ്വീകാരപ്പെടാണ്ട് ഞങ്ങളുടെ സ്വീകാരപ്പെടാണ്ട് ഇത് വ്യക്തമായ കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പരിശുദ്ധമാക്കണമേ. ഞങ്ങൾ നിത്യജീവൻ അർഹരായി ഭവിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഇന്നും ഈ ആഴ്ചക്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശ്വസഭകളെ വീച്ചു ഭരിക്കുന്ന ശുദ്ധിമാനും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവനുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോലും നമ്മുടെ പാത്രികീസായ മോറാൻ മോറിഗ്നാത്യോസിനും വേണ്ടിയും ആബോൻ മോർ ബെസേലിയോസിനും വേണ്ടിയും നമ്മുടെ സമുദായം മെത്രാപ്പോലീത്ത മോർ സേവ്യോറിയോസിനും വേണ്ടിയും മോർ ഗ്രിഗോറിയോസിനും വേണ്ടിയും മോർ ഇവാനിയോസിനും വേണ്ടിയും മോർ സിൽവാനിയോസിനും വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്കും വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേദിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിനിടെ ഉത്തമവും പ്രശാന്തവുമായ വാർദ്ധക്യവും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ നിയമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പലവിധമായ കണ്ണീക്ഷ ഉണ്ടാവുമ്പോഴേക്ക് വേണ്ടി ഈ നാഴികയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർപ്പാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു.
ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികൾ എല്ലാവർക്കും അന്യോന്യ ഐക്യം അഭിവൃദ്ധി ഉണ്ടാവാനായിട്ടും അവ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ ആരാധകരുടെ അപേക്ഷ ശബ്ദം കേൾക്കണമേ. നിന്റെ സഭ നിലനിൽക്കുന്ന കാഴ്ചകളെയും ആദ്യഫലങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികളെ സ്വീകരിക്കുന്നവനാകുന്നല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ആരാധനയും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. നാല് ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ സഭകളെയും ധൈരാക്കളെയും സത്യവിശ്വാസം നിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സൽഭരണകർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സംഘം മുഴുവനും സുഹൃത്തുക്കളെ തീരുവാനായിട്ട് കർത്താവോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മേൽ ഭരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സുകളെ നീ സമാധാനപരമാക്കണമേ. അസൂയാലുകളുടെയും ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ആരാധനയും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവരും സ്തുതിക്കപ്പെട്ടവരും വിശുദ്ധയുള്ളവരും മഹത്വമുള്ളവരും അനുഗ്രഹപ്പെട്ടവരുമായ നിത്യകനികയും ഭാഗ്യവതയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോട് കൂടി പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും എവങ്കേലിയോസ്തന്മാരെയും സഹോദരന്മാരെയും ഔദ്യാന്യന്മാരെയും ഭാഗ്യവാൻ തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മോർ യോഹാനോൻ മബ്ദാനായെയും ഷമാഷമാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായി പരിശുദ്ധനവും മഹത്വമുള്ള മോർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരെ തൊടന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും ഇന്ത്യയുടെ കാവൽപിതാവായ മോർ തോമാസ് സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവിടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പക്ഷങ്ങളിൽ ഞങ്ങളെ മറയ്ക്കണമേ. അവരുടെ ഗണങ്ങളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊന്നിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ശ്ലൈകവും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയാലെ മുമ്പോട്ട് നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായാലും കുസന്തിനോസ്പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുദിവസങ്ങളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർശ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സാദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദേവനാസിയോസും അഥാനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫിലക്സിനോസും അന്തീമോസും യാവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായി പ്രസിദ്ധനായ മാർക്കോറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബ് ബുർദാനായും മോർ എഫ്രേമും മോർ യാക്കോബും മോർ ഇസ്ഹാക്കും മോർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബർസോമോയും മോർ ശമോൻ ദസ്തനെയും തിരഞ്ഞെടുക്കപ്പെട്ട മോർ അബഹായും മോർ എലിയാസ് തൃതീയൻ പാത്രിയാർക്കീസും മോർ അൽദബസേലിയോസ് മഫ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും വിശുദ്ധനായ മോർനായ തോമായുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും
ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോട് കൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശുദ്ധാത്മപ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരോടുകൂടെ ഭാഗ്യകരമാവിധം നിന്നെ നിന്റെ പുത്രനെയും പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. അരൂപകളുടെയും സഹചരങ്ങളുടെയും ഉടനായിരിക്കുന്ന പിതാവായ ദൈവമേ, വിശ്വാസത്തിനും കൂടി പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളെ ചില പരിശോധനയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മരുകളെയും എടുത്തുള്ളവനായ നമ്മുടെ ദൈവമായ മശിഹ ധാരാളമായ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗത്തിൽ ചേർത്തുകൊള്ളാനുമായിട്ട് തന്നോട് നാം പേശി പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോന്ന് ടേസ്റ്റ് പറയണം. വിശ്വാസികളായ ഞങ്ങളുടെ പരേതരുടെ തെറ്റുകളെ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളവരിൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായ മറ്റാരും ഇല്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളെന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല പരേതരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സോടി കർത്താവേ, ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും നീക്കണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചകനുമാകണമേ. തന്മൂലം സകലത്തിന് ബഹുമാന്യവും അനുഗ്രഹീതവുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെ നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തപ്പെടുമാറാകണമേ. പ്രസാദിക്കുകയും ചെയ്യുന്നു. സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി വലിയവനും രക്ഷിതാവുമാകുന്ന യേശുമിശിഹാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നാലും ഉണ്ടായിരിക്കട്ടെ.
മുഖമാവർമോ ശരിയായി വാ ജ്വാലയതിൽ പരിശുദ്ധേ നീ നിൻപക്കൽ ണം കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും അധരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, എപ്പോഴും നീ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായിയും തുണയും പരീക്ഷകളിൽ നിന്നുള്ള കാവൽക്കാരനും രക്ഷകനും ആകണമേ. എന്തെന്നാൽ രാജ്യവും ശക്തി മഹത്വവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും ആകുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും കരുണ കർത്താവിന്റെ മുമ്പാകെ തലകുനിക്കണം. നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ സകല വൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ നിർമ്മലരാക്കി തീർത്ത് നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങളിൽ വെടിപ്പോടെ സംബന്ധിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാവുകയും ചെയ്യണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരുടെ മേലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധതകളെ
എന്നോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വേദനിഷ്ടാനുഭവങ്ങൾ മൂന്ന് ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണ ജീവനുള്ള വിശുദ്ധ റൂഹായ നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം എന്നേക്കും വാഴ്ത്തപ്പെട്ടവരിക്കട്ടെ. നമ്മെ അവരുള്ള മോക്ഷത്തെ എന്നാൽ സ്തുതിയോടു രാജ്യമകൾ സ്വീകരണം നോമ്പിന്റെ 36-ാമത്തെ ദിവസത്തില് നമ്മുടെ ജ്ഞാനായ സമുദായം ക്നൈത്തോമ എന്ന നമ്മുടെ പൂർവ്വ പിതാവിനെ വിസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആഴ്ചയാണ് ഈ ആഴ്ച. നമുക്കറിയാം, ജ്ഞാനായ സമൂഹത്തെ, യഹൂദ നസ്രാണികളായ സമൂഹത്തെ മലങ്കരയിലേക്ക് കൊണ്ടുവന്ന വലിയ ദൗത്യം ചെയ്ത മഹാവിശുദ്ധനാണ് ക്നൈത്തോമ പിതാവ്. 16 നൂറ്റാണ്ട് വരെ കേരളത്തിലുള്ള എല്ലാ ക്രൈസ്തവരും അദ്ദേഹത്തെ പൊതുവിശുദ്ധനായിട്ടാണ് കണക്കാക്കിയിരുന്നത്.
3 പ്രധാന പെരുന്നാൾ മാത്രമേ 16-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കുറിയാക്കോസ് സഹദായുടെ, ഒന്ന് മാതാവിന്റെ, ഒന്ന് പിനായിത്തോമായുടെ. എന്നാൽ പിന്നീട് പറങ്കികളുടെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ ഒക്കെ സ്വാധീനത്തെ തുടർന്ന് ആ വിശുദ്ധനെ ഉള്ള സ്മരണയും പെരുന്നാളും ഒക്കെ എടുത്തു മാറ്റപ്പെട്ടു എങ്കിലും പിന്നീട് കാലത്ത് സമ്പൂർണതയിൽ പരിശുദ്ധ സക്കാപ്രഥമൻ ബാവ വീണ്ടും തുകതേനിൽ ഓർത്ത് ആ വിശുദ്ധനെ ഓർത്ത് അദ്ദേഹത്തിന്റെ മദ്രസയിൽ അഭയപ്പെടാനും അദ്ദേഹത്തിന് ഇപ്പോൾ സ്മരിക്കുവാനും അദ്ദേഹത്തിന്റെ നാമത്തില് ദേവാലയങ്ങളും കുരിശുചോട്ടികളും ഒക്കെ സ്ഥാപിക്കുവാനും ഒക്കെയുള്ള അധികാരം നമ്മുടെ ഭദ്രാസനത്തിന് നൽകി. അത് വലിയൊരു ചരിത്ര നിയോഗമാണ്. ഈ പിതാവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കുന്നു. നമ്മുടെ കുമളി പള്ളി ഈ പുണ്യവാന്റെ നാമത്തിലാണ്. ആ വിശുദ്ധ ക്നൈത്തോമ പിതാവിനെ ഓർത്ത് അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. Sadico, aquele pilone farão, aleluia, o agarça de Lebanon, non estivale, farão do Israel, saiu só, aleluia, Shabine, Basine, Shibahoda, Boda, Boda, Uho, Kadisho, Odu, Bolinho, Marta e Toma. Sale pudan resmi warnanya men murione be muri marga monora melan wadarai Espero toda isso todo sobre moto de botila me espero span bagul edo nestu vedinaste morkinai toma de omai sabdatil phumiyum ശ്രേഷ്ഠമാകുകയും അദ്ദേഹത്തിന്റെ അസ്ഥികളിൽ നിന്ന് രോഗബാധിതർക്ക് സഹായങ്ങൾ നൽകുകയും ചെയ്ത കർത്താവിന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സൗന്ദര്യ ശ്രേഷ്ഠനായ ഹൃദയപൂർവമായ സ്തോത്രങ്ങളോടും വിശുദ്ധാത്മാ കീർത്തനങ്ങളോടും കൂടെ ഞങ്ങൾ നിന്നെ പുകഴ്ത്തി മഹാസന്തോഷത്തോടെ പറയുന്നു. സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിന്റെ നല്ല ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നവനുമായ ഭാഗ്യവാനാകുന്നു. യറമിയായും ശമൂവേലും പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാനായ മൂർഖനായിത്തോമാ അങ്ങ് സൗഭാഗ്യശാലിയാകുന്നു. തന്റെ നാഥന്റെ ശ്രീഭണ്ഡാരത്തിന്റെ മേൽ വിചാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മൂർഖനായിത്തോമാ അങ്ങ് ഭാഗ്യവാനാകുന്നു. ഇപ്പോൾ അങ്ങയുടെ പ്രാർത്ഥനകൾ മൂലം യുദ്ധങ്ങൾ നീങ്ങിപ്പോവുകയും കലഹങ്ങൾ ശാന്തമാവുകയും തർക്കങ്ങൾ ശമിക്കുകയും കോപങ്ങൾ മറ്റുകൾ നീങ്ങിപ്പോവുകയും രോഗികൾ സൗഖ്യം പ്രാപിക്കുകയും ബലഹീനന്മാർക്ക് ശക്തി ലഭിക്കുകയും ദുർബലന്മാർക്ക് ബലമുണ്ടാവുകയും ദുഃഖത്തിനും വിലാപത്തിനും സ്ഥിതി ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും വിഷാദികൾ ബഹിഷ്കരിക്കപ്പെടുകയും പരീക്ഷകൾ മാറ്റപ്പെടുകയും കലകൾ പരിഹരിക്കപ്പെടുകയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും വിശ്വാസികളായി മരിച്ചുപോയവർക്ക് ഉർശ്ലേമ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുമാറാകണമേ. അങ്ങേക്ക് ശക്തിയും ശ്രേഷ്ഠതയും നൽകിയ കർത്താവിന് ഞങ്ങൾ വാഴും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരുറ്റുമാറാകണമേ. ഹോശോ പ്രാർത്ഥനയിൽ സമയമേതല്ലോ മോക്നായി തോമാ
പരിശുദ്ധന്മാരെ നിങ്ങൾ ുമായി വൈക്കം തേതുമൽ കോമശീഹോ നേസബോസ നഭശോസ ബഹൈമോനോസോ ദേശരോരോ നീമതോല ശബയോയി لبرد فرقا بسليبي رفروقا قادشات بكل فريوم مولد كرو يولد ആദിശേ വദാനീദേ മഹിമനേ ഹല്ലേലൂയ ഹല്ലേലൂയ. മട്ടകസിച്ച് പറയണം. പരിഹാരത്തിനും പാപമോചനത്തിനും ഞങ്ങളുടെ കർത്താവിന്റെ ദൈവമേ ദിനവും ഭാഗ്യമുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായതിന്റെ തിരിശരീരത്തെ അനുഭവിക്കുന്ന ഈ നിജയാരാധകരുടെ സംഘത്തെ അദൃശ്യകരമായ ഈശ്വരരെ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചവരും സമ്മതിച്ചിട്ടവരും സമ്മതിക്കുന്നവരും എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും നിത്യമെന്നാളും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഭക്ഷിച്ച ഞങ്ങൾ പാർട്ടിയുടെ ഭാവവിഹാരപ്രദമായ ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ. എന്നാലും ഞങ്ങളുടെ ജീവിത രക്ഷയ്ക്കുമായി ഭവിക്കാനവേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
വാഴ്ത്തും കർത്താവേ, അങ്ങയുടെ ദൈവിക മേശയിൽ നിന്നും ആനന്ദം അനുഭവിച്ചിരിക്കുന്നവരായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും അങ്ങയുടെ മാനവ സ്നേഹത്തെ വർണ്ണിക്കുകയും ചെയ്യുന്നു. നിനക്ക് നിന്റെ പരിശുദ്ധ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ വിടാതെ സ്തുതിയേറ്റുകയും ചെയ്യുന്നു. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും കരുണയുള്ള കർത്താനുഭവം അനുഭവിക്കണം. മാനവവർഗത്തിന്റെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും വിസ്മരണീയമായ കർത്താവേ, ഞങ്ങളിലെ തോന്നി ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ നിന്റെ കനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധ റൂഹായെയും സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വികടതയെല്ലാം വിരുതൊടു നീക്കും നിർമ്മാതാവേ, ദൃഷ്ടിക്കന്തത പൂണ്ടൊരു ലോകം കണ്ടത് മൂലം കണ്ണിനു നല്ലൊരു വെളിവത സുഖമായി വിരവൊടു വന്നു. പിറവി കുരുടനു കനിവാൻ കൺമിഴി നിർമ്മിച്ചേ ദിത്യാലോകം വലുതമാക്കിയ ദിത്തിനിരേ നിൻ നിരുപമ കൃപയാൽ ഉൾക്കണ്ണുകളെ തെളിയിക്കണമേ. നിൻ പ്രഭയതിനാൽ ഉൾപ്രഭൈവരിൽ ചേർത്തിടണമേ. തെളിയും വഴിയെ പിൻപറ്റിയിടും നിന്നെ ഞങ്ങൾ. മതാപുയാചിക്കും ഹബീബായ വത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാവപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയ കർത്താവിന്റെ വിജയത്തിൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മായി മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടകൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ അപരിചിതന് പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കരുണയും സഹായം ഇടവരട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോവുകയും എന്നാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മനസ്സോട് മനസ്സുകൂടാതെ രഹസ്യമായിട്ടും പരസ്യമായിട്ടുമുള്ള സർവകുറ്റങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശബോന്റെ ഭവനത്തിൽ വെച്ച് ആ പാവനിയായ സ്ത്രീയോട് നീ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്കീപ്പായിൽ വെച്ച കള്ളനോട് ചെയ്ത പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആ മുടിയനായ പുത്രനെ പോലെ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. ആ ചുങ്കക്കാരനെ പോലെ ഞങ്ങളെ നീ നീതീകരിക്കണമേ. നിന്റെ അപേക്ഷ പറഞ്ഞ ശുഭഭവനെ പോലെ ഞങ്ങളെ കൈക്കൊള്ളണമേ. അശുദ്ധന്മാരെ വെടിപ്പാക്കിയതുപോലെ ഞങ്ങളെ വെടിപ്പാക്കണമേ. പാപങ്ങൾ പിടിച്ചിരുന്നവരെ നീ ശുദ്ധമാക്കിയതുപോലെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അനുതാപികളെ കൈക്കൊള്ളുന്നവനും
പാപികളുടെ കുറ്റങ്ങളെ മോചിക്കുന്നവനും തന്റെ അടുക്കൽ കാണപ്പെടുന്ന നശിച്ചുപോയവനെയും തങ്ങളിലേക്ക് തിരിയുന്ന വഴിതെറ്റിപ്പോവനെയും കുറിച്ച് സന്തോഷിച്ചാനന്ദിക്കുന്നവരുമായ മശിയ തമ്പുരാനെ, നിന്നെ ഞങ്ങൾ രക്ഷിക്കു വേണ്ടി നിശ്ചയിച്ച് വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിനെയും ഞങ്ങളുടെ മനസ്സ് തിരിവിൽ സന്തോഷിക്കുന്നവരായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇടപെടാതെ ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് വണങ്ങി വന്നിപ്പാനായിട്ട് പാപത്തിന്റെ സകല അഴുക്കുകളെന്നും ഞങ്ങളെ തുടച്ച് വെടിപ്പാക്കി നിർമ്മലമാക്കി തീർക്കണമേ. ആമേൻ. രക്ഷകനുര ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളും വാസം ചെയ്യും ഞാൻ വിശ്വാസശുദ്ധ്യ എന്നെ എൻ സ്നേഹിതനല്ലോ ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും ശരീരങ്ങൾ രക്ഷകനെ നൽകാം. പരിഹാരം നേടി നിശ്ചയമായി പ്രാപിക്കും ഞങ്ങൾ രക്തശരീരങ്ങൾ കൈക്കൊണ്ടതു മൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരുതേ. തങ്ങൾ ഒഴുക്കും നിൻവീരരക്തങ്ങൾ ഞങ്ങൾക്കാചാരം തന്നതിനാൽ വിധിയിൽ നാചേർക്കരുതേ. സത്യം കാക്കുന്നു കടമെല്ലാം പോക്കി വിധിയൊഴിവാക്കണമേ. ഉടയോരരുൾ ചെയ്തു എന്മയിരത്തങ്ങൾ ഉൾക്കൊള്ളും തോടി ചേർന്നു എന്റെ വിശ്വാസ ശുചിയോടു കൈക്കൊണ്ട് കൽപ്പന പാലിച്ച ലവരൻ സ്നേഹിതരാ ഗാത്രം ഭോജനമാ രക്തം കാസായ
ഇവ കൈകൊള്ളുവോരിൽ വാസം ചെയ്യും ഞാൻ. ആത്മവിമുക്തിക്കായി പുണ്യമെഴും നിന്റെ രക്തശരീരങ്ങൾ നൽകണമേ നാഥാ. നിന്തിരുഗോത്രത്താൽ പരിഹാരം തേടി അക്ഷയമാം ജീവൻ നിശ്ചയമായി നേടൂ. ഞങ്ങൾ കൈക്കൊണ്ട തിരുമൈരക്തങ്ങൾ അന്ത്യവിധി തീർപ്പിൽ കൃപയുണ്ടാകണമേ. ജീവൻ ഞാച്ചാരോ നിന്മയിരത്തങ്ങൾ തന്നതിനാൽ നാഥാ വിധിയൊഴിവാക്കണമേ. അംഗങ്ങളിലവയെ സംക്ഷേപിച്ചതിനാ ഉയരരുളിയ നാഥാ സ്തുതി ചെയ്യും നടിയാ. രക്ഷകരുര ചെയ്ത എന്മൈരത്തങ്ങൾ കൈക്കൊള്ളും വാസം ചെയ്യും ഞാൻ വിശ്വാസശുദ്ധ്യ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈകൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. ആത്മാവിനുമുക്തി നേടാൻ പുണ്യമേഴോ ശരീരങ്ങൾ രക്ഷകരെ നൽകാൻ പരിഹാരം തേടി നിശ്ചയമായി ജീവൻ ഞങ്ങൾ. ശേഷം നിൻ കൃപയാൽ വായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യം രക്ഷകനിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്ന അതിനാൽ പുണ്യപ്പെട്ടവരോടെന്നെ യോഗ്യതാക്കണമേ. നിന്നോട് നിത്യ സ്വർഗമതായ ഒരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കോ നിത്യസ്തുതികർത്താവിനും വിധി ദിവസം നിങ്ങളിലും ന്യായാധിപതിക്കാഗ്രതയിലും ഉണ്ടാകട്ടെ. തന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോലെ കൃപയുണ്ടാകണമേ. ഉൾക്കൊണ്ടോരി നിന്മയും തിരുരക്തമതും ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങൾ ആധാരാനുതകീടണമേ. നിൻബലമതി നിൽക്കുന്നതിനും ഭാരേ ധൈര്യസമേതോ നിന്മോദത്താഴ്വരയിൽ കുടിപ്പിക്കും നീ അവരെ. കർത്താവെ ഞങ്ങൾ ഭക്ഷിച്ചിതിന്മയും
വിശ്വാസത്താൽ പാനം ചെയ്തോരു ഇരേകും രക്തമതും തീ നരകത്തിൽ പാനമതായി തീർന്നേകണമേ. ഹല്ലേലൂയ. ജീവൻ നിത്യം പാറയ്ക്കുമോ. മനുഷ്യന്മാർക്കായി മാളികയിൽ തൻ തിരുമേനി കണ്ണീച്ചാതാമിനുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസാതന്നിൽ ചേർത്തൊരു ഹാലേ ലൂയ്യ സുതനായി സ്തോത്രം. പുതുജീവൻ നിന്നോട് കൈക്കൊണ്ടോരോ കൈകൾ അവസാനതിനെ വിധി സമയത്തെരുതിയും രൂക്ഷതയിടല്ലേ. നിശ്ചയം കൊണ്ടവതാരെ ഹാലേലൂയ. നീട്ടപ്പെടണമേ. തായിൽ രക്ഷകന വൃക്ഷത്തിന്മേൽ വെച്ചങ്ങു മരിച്ചോർ നെടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ മുഖമൊഴിച്ചു ഹല്ലേലൂയ മോദിപ്പിച്ചോ. കർത്താവേ, നിന്റെ ദാസന്മാർക്ക് ദാസികൾക്കും വേണ്ടി ഞങ്ങൾ അടച്ചിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന അവർക്ക് പരിമളവാസനയായി ഭവിക്കണമേ. കർത്താവേ, നിന്റെ തിരുവിഷ്ടം ഇതിൽ പ്രീതിപ്പെട്ട് കരുണയോടെ ഈ മക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. ജീവൻ മോശ മൃഗബലിയായി നൽകിയെങ്കിൽ ജീവനും നിൻ ബലിയാലെ വിശ്വാസികളായി മരിച്ചോർക്കിങ്ങത്ര ഗുണം കിട്ടും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരവരുളി ചെയ്ത ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങൾക്കുള്ള ശരണവുമേ നിനക്ക് സ്തുതി. പാലിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൈവത്തെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള സഹായം ഞങ്ങൾക്ക് തരണമേ. ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. നിറഞ്ഞ മറിയമേ, സമാധാനം. ഈ രാജ്യത്തിന് വേണ്ടി മധ്യപൗരസ് ദേശങ്ങളിൽ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥന ആവശ്യമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ദാവീദുപുത്രാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങള് ഈ പരിശുദ്ധ മദ്ബഹായിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇതാ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ വിശ്വാസ സമൂഹം ഒന്നിച്ച് ചേർന്ന് പുരോഹിതനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടത്തേക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ. കർത്താവേ, യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ലോകത്ത് മുഴുവനും പടർന്നു പന്തലിച്ചിരിക്കുന്നു. ദൈവം, എത്ര കുഞ്ഞുമക്കള്, എത്രയോ നിരപരാധികൾ, ഒന്നും അറിയാതെ സന്തോഷത്തോടെ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന എത്രയോ പേര് നനച്ചിരിക്കാത്ത നാഴികയിൽ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷരാകുന്നു. കർത്താവേ, എത്രയോ പേര് യുദ്ധത്തിൻ്റെതായ ഭീകരതയിലൂടെ രോഗം അല്ലെങ്കിൽ വലിയ മുറിവുകളേറ്റ് അതിൽ നിന്നുണ്ടായിട്ടുള്ള സാംക്രമിക രോഗങ്ങൾ മൂലം പലരും ഹോസ്പിറ്റലിലായിരിക്കുന്നു. കർത്താവേ, പലരുടെ അവയവങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് ജീവിക്കാൻ പോലും മുന്നോട്ട് പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് ആയിരിക്കുന്നു. ഹോസ്പിറ്റലുകളൊക്കെ തകർക്കപ്പെട്ടു. ദൈവമേ, മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്രാപ്യമായൊരു മേഖലയാണല്ലോ കർത്താവ് ഈ മേഖലകൾ. ഞങ്ങൾ വളരെ എളിമയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധനകളൊക്കെ തടസ്സപ്പെടുന്നു. ദൈവമേ, അങ്ങ് കരുണ കാണിക്കണമേ. ഈ ഭൂമിയോട് അവിടുന്ന് പ്രത്യേകിച്ച് കരുണ കാണിക്കണം. പാപം മൂലമാണ് ഈ അകൃത്യങ്ങളൊക്കെ, ഞങ്ങളുടെ അകൃത്യങ്ങൾ മൂലമാണ് അല്ലെങ്കിൽ പാപം മൂലമാണ് ഈ ഇതുപോലുള്ള ദുരന്തങ്ങള്, പ്രകൃതി ദുരന്തങ്ങള്, അതുപോലുള്ള ഭീകരമായ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അബ്രഹാം പിതാവ് പ്രാർത്ഥിച്ചതുപോലെ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ
ഞാൻ ആ ദേശത്തെ നശിപ്പിക്കില്ലെന്ന് പറഞ്ഞതുപോലെ ദൈവം എത്രയോ ഞങ്ങൾക്കറിയാത്ത അങ്ങക്കറിയാവുന്ന എത്രയോ പുണ്യവാന്മാരും പുണ്യവതികളെ പ്രതി, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ പ്രതി ഈ ലോകത്തിന് സമാധാനവും ആശ്വാസവും നൽകണമേ കർത്താവെ. എത്രയോ പേരുടെ ജോലി നഷ്ടപ്പെടുന്ന ഭീകരമായ സാഹചര്യം കടന്നു വരുന്നു. പട്ടിണി, വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങൾ, ദൈവമേ ഊഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മക്കളെ തന്നെ സ്നേഹിച്ചവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല എന്ന് പറഞ്ഞ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. സംരക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കണമേ. ഈ രാജ്യവും ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഭരണാധികാരികളും, ഇതിനെ ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ എല്ലാവർക്കും അവിടുന്ന് സ്വർഗീയ സംരക്ഷണം അവിടുന്ന് അനുവദിക്കണമേ. ഈ സമയങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. യുദ്ധത്തിൽ മുറിവേറ്റവര്, വ്രണപ്പെട്ടവര്, സഹനത്തിലൂടെ കടന്നു പോകുന്ന അനേകായിരം മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത ദേശങ്ങളിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ അവർ ഭയത്തോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ആശ്വാസം അവരിലേക്ക് കടന്നു വരുവാൻ, കർത്താവിന്റെ കരങ്ങൾ അവരിലേക്ക് നീട്ടപ്പെടുവാൻ, കർത്താവിന്റെ മാലാഖമാരുടെ സംരക്ഷണം അവർക്ക് ലഭിക്കുവാൻ ഞങ്ങൾ ഈ പള്ളിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അവരെല്ലാം സഹായിക്കണമേ. അങ്ങയുടെ ചിറകിനുള്ളിൽ അവരെല്ലാം പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളെല്ലാവരെയും പൊതിഞ്ഞു പിടിക്കണമേ. നിത്യപിതാവിന്റെയും തന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ഇരിക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ടവരെ, വാത്സല്യമുള്ളവരെ, ഈ ആഴ്ച പുരുടന്മാരുടെ ആഴ്ച എന്ന് പറയപ്പെടുന്നു. അന്ധർക്ക് കർത്താവ് കാഴ്ച കൊടുത്തതിന്റെ ഓർമ്മകളാണ് ഇന്ന് നിർവഹിക്കപ്പെടുക. നമുക്കറിയാം, കർത്താവ് എവിടെ കൂടി വന്നാലും അവിടെ ആളിങ്ങനെ തടിച്ചു കൂടി നിൽക്കും. ഒരു ആരവമാണ്. നമുക്കറിയാം, ഒരു വളരെ പ്രശസ്തനായ ഒരു വ്യക്തി കടന്നു വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി ഇങ്ങനെ നിൽക്കും. ബോഡി ഗാർഡ്സ് ഉണ്ടാവും, അവരുടെ ബന്ധപ്പെട്ട അസിസ്റ്റന്റുമാരായിട്ടുള്ളവരുണ്ടാവും. ജനങ്ങൾ അവരെ ഒന്ന് തൊടാനായിട്ട്, അവര് ആകാംക്ഷപൂർവ്വം നോക്കാനായിട്ട് ഇങ്ങനെ തടിച്ചുകൂടി. യേശു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ആരവമാണ്, ജനം ഇങ്ങനെ ഇടിച്ച് കൂടി. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, കർത്താവ് കൂടുന്ന സ്ഥലങ്ങളിൽ വമ്പിച്ച ജനാവലിയായിരുന്നു. എന്താ കാരണം? രോഗികൾക്ക് സൗഖ്യം കിട്ടുന്നു, പിശാചികൾ പുറത്തു പോകുന്നു, ബന്ധിതർക്ക് മോചനം കിട്ടുന്നു, വചനം കേൾക്കുമ്പോൾ ആളുകൾക്ക് ആശ്വാസം കിട്ടുന്നു. അങ്ങനെ കർത്താവ് ഇങ്ങനെ പോകുമ്പോ ഏതാനും, അവര് നമ്പർ അതിനകത്ത് പറയുന്നില്ല, ഏതാനും ഞങ്ങളെന്നാ പറയുന്നത്, ഞാനെന്നല്ല ഞങ്ങളെന്നാണ് എവങ്കേലിയോൻ നമ്മൾ വായിക്കുന്നത്. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നേണമേ. അപ്പം ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്കറിയാം, ജീസസ് സൺ ഓഫ് ഡേവിഡ്, ഹാവ് മേഴ്സി ഓൺ മീ അലിയാസ് എന്ന് പറയാറുണ്ട്. അപ്പം ഇങ്ങനെ ഓർത്ത് ഇവരിങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയാണ്. അപ്പം ഒരു ആരവം ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ, കർത്താവും ജനങ്ങൾ ഇങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്ക് അസ്വസ്ഥത ജനിപ്പിക്കുന്ന വിധത്തിൽ ഇവരിങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന, അവിടെ കൂടിയിരുന്ന ആളുകൾ പറയുക, മിണ്ടാതിരിക്കുക, മിണ്ടാതിരിക്കുക. കാരണം ഇവരെ സമൂഹം പുച്ഛത്തോടെയാണ് കാണുന്നത്. അന്ധര്, ഭിക്ഷക്കാര്, സമൂഹം വളരെ താല്പര്യമില്ലാതെ കണ്ടതുകൊണ്ട് തന്നെ അവര് പറയും, മിണ്ടാതിരിക്കുക, മിണ്ടാതിരിക്കുക, മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണ്. കർത്താവ് വന്നിട്ട്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഞങ്ങൾക്ക് സൗഖ്യം കിട്ടണം. പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ ഈ കൃഷ്ണമണി പോലും അവർക്കില്ലായിരുന്നു. നമ്മള് ജീസസ് സിനിമയ്ക്കകത്തൊക്കെ കാണുന്നുണ്ട്, കർത്താവ് തൊടുമ്പോൾ കൃഷ്ണമണി വരെ ഉണ്ടായി വരികയാണ്. അവർക്ക് കർത്താവ് സൗഖ്യം കൊടുത്തത് ഇന്ന് വചനത്തിൽ നമ്മൾ വായിച്ചു. അവർ അന്ധമായിട്ട് കർത്താവിൽ അങ്ങ് വിശ്വസിച്ചു. അവർ അന്ധരായിരുന്നു, എന്നാൽ വിശ്വാസത്തിന്റെ കാര്യത്തിലും ബ്ലൈൻഡായിട്ട്, അന്ധമായിട്ട് കർത്താവിൽ അങ്ങ് വിശ്വസിച്ചു. വിശ്വാസം ഇരുട്ടിലേക്കൊരു എടുത്തിയാട്ടമാണ്, ഇരുട്ടിലേക്കൊരു എടുത്തിയാട്ടമാണ്.
അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും. എന്താണ് കൂരിരുൾ താഴ്വര? ഇരുട്ടാണ്, കത്തി പിടിച്ചിരിക്കുന്ന ഇരുട്ടാണ്. ടോർച്ച് ഇല്ലാതെ എങ്ങനെ, അല്ലെങ്കിൽ വെട്ടമില്ലാതെ എങ്ങനെ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റും? ഒരു മെഴുകുതിരി നാളെങ്കിലും മുന്നോട്ട് പോകണം, എന്നാൽ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റൂ. ഹിംസ്ര ജന്തുക്കൾ കാണും, പാമ്പ് തേളൊക്കെ കാണും, ശത്രുക്കൾ കാണും. ദാവീദ് ആരാണ്? ഇഷ്ടംപോലെ ശത്രുക്കളുള്ള ആളായിരുന്നു. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ, ആ സന്ദർഭത്തിലാണ് ദാവീദ് പറയുന്നത്, കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ പോയാൽ. ദാവീദിന് അമ്മായിപ്പൻ ഉൾപ്പെടെ ശത്രുക്കളാണ്, പിന്നീട് മക്കള് ശത്രുക്കളാണ്, ചുറ്റുപാട് ശത്രുക്കൾ. എവിടെ നിന്ന് വേണമെങ്കിലും അറ്റാക്ക് ഉണ്ടാവാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതിന്റെ തീവ്രത. അവിടെ നിന്നുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും എനിക്ക് ഭയമേ ഇല്ല, കാരണം എന്റെ കർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം. ഈ അടുത്ത സമയത്ത് ഒരു രാജ്യത്ത്, മധ്യപൗരസ്ത്യ ദേശത്തെ ഒരു രാജ്യത്ത് യുദ്ധം നടക്കുകയാണ്, ബോംബ് വീണോണ്ടിരിക്കുകയാണ്. അച്ഛൻ പരിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കുന്നു ധൈര്യപൂർവ്വം. ഞാൻ കണ്ടതാണ് വീഡിയോ. ജനങ്ങൾ വിശ്വാസത്തോടെ ഈ ബോംബ് സ്ഫോടനം, ശെല്ലാക്രമണം നടക്കുന്നതിന്റെ ഇടയ്ക്ക് ധൈര്യപൂർവ്വം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുന്നു. അവർക്കറിയാം ഈ ബലിയിൽ ആരാണെന്ന്. ജീവനുള്ള കർത്താവ് അവിടെയുണ്ടെന്ന് അവർക്കറിയാം. ഒരു ഭയവും ഇല്ലാതെ ഒരു ബലി അർപ്പിക്കുന്നു. ഇതാണ് വിശ്വാസം. ഈ അടുത്ത സമയത്ത്, കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഒരു അച്ഛന്റെ അനുഭവം ഞാൻ കേട്ടു. അച്ഛൻ പറയുകയാണ്, അച്ഛൻ അത്യാവശ്യമായിട്ട് കോവിഡിന്റെ സമയത്ത് അച്ഛന് വയനാട്ടിലേക്ക് പോകണം, ചങ്ങനാശ്ശേരിയിൽ. നമുക്കറിയാം കോവിഡിന്റെ സമയത്ത് അച്ഛന്മാരെ പോലും വിടത്തില്ല പോലീസ്. ഓരോ സ്ഥലത്ത് ചെക്ക് പോസ്റ്റ് വെച്ചിരിക്കുക. വലിയ ഒത്തിരി നമ്മൾ പറഞ്ഞാലാണ് അവരത് വിടുക. വലിയ പാടാണ്. ഇപ്പൊ കുറിച്ചി വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ചങ്ങനാശ്ശേരിക്ക് ഇപ്പുറം 2 എണ്ണം കാണും. ചങ്ങനാശ്ശേരി കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേന് 3-ാം എണ്ണം കഴിഞ്ഞ് തിരുവല്ല എടുക്കുന്നു. അങ്ങനെ ഓരോ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാണ് പോകുന്നത്. അച്ഛനോട് കർത്താവ് ഒരു സന്ദേശം കൊടുത്തു, മോനെ നീ ധൈര്യപൂർവ്വം പൊക്കോ, നിന്നെ പോലീസ് പിടിക്കില്ല, നീ ധൈര്യപൂർവ്വം വയനാട്ടിലോട് പൊക്കോളാൻ പറഞ്ഞു. അച്ഛൻ അന്ധമായി വിശ്വസിച്ച്, കുപ്പായം ഇട്ടിട്ടില്ല, അന്ധമായിട്ട് വിശ്വസിച്ച് അച്ഛൻ കാറിൽ കയറി മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ പോലീസ് കൈ കാണിക്കും. ഫ്രണ്ടിൽ ഒരു വണ്ടിയിലാണ് കൈ കാണിച്ചത്. എന്നാലും അച്ഛൻ ഓർത്തു, കർത്താവ് ഒരു മെസ്സേജ് തന്നാണല്ലോ, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫ്രണ്ടിലായിരുന്ന ആളെ നോക്കിയിട്ട് അവര് കൈ കാണിക്കുക പൊക്കോളൻ. അച്ഛനെ അവര് കണ്ടില്ല. വയനാട് വരെയും ഒരു ചെക്ക് പോസ്റ്റും അച്ഛനെ കണ്ടില്ല. തിരിച്ചു അതുപോലെ തന്നെ അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ വന്നു. അച്ഛനോട് കർത്താവ് ഒരു മെസ്സേജ് പറയുകയാണ്, നിന്നെ കണ്ടില്ല, അവര് മറച്ചു പിടിച്ചു. കർത്താവ് അദൃശ്യമാക്കുന്ന വിധത്തിൽ മറച്ചു പിടിച്ചു. പോലീസിന്റെ കണ്ണുകൾക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. അതാണ് നമ്മുടെ കർത്താവ്. യുവാൻ തൂങ് എന്ന് പറയുന്ന ചൈനക്കാരൻ, ഒരു മിഷണറിയുടെ അനുഭവ കഥ ഞാൻ വായിച്ചതാണ്. ചൈനയിലെ ധാരാളം പീഡനങ്ങളാണ് ക്രൈസ്തവർ ഏൽക്കുന്നത്. യുവാൻ തൂങ്ങിനെ ഒരു സമയമായപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ നീ പൊക്കോളാൻ പറഞ്ഞു, നീ പുറത്തോട്ട് പൊക്കോളാൻ പറഞ്ഞു, നിന്നെ ഞാൻ ഇവിടുന്ന് വിടുവിക്കുകയാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് പത്രോസിനെ പൗലോസിനെ ഒക്കെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. വചനം വായിക്കുമ്പോൾ അറിയാം. യുവാൻ തൂങ് വിശ്വസിച്ചു. കാരണം ചൈനയുടെ ജയിലിന്റെ പ്രത്യേകത ഇതുപോലെ തന്നെയാണ്. ഓരോ പോയിന്റിലും ഇങ്ങനെ പോലീസ് അധികാരികൾ നിൽക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഇന്ന സമയത്ത് നീ എഴുന്നേക്കണം, ഇന്ന സമയത്ത് ഞാൻ കാണിക്കുന്ന പോലെ അന്ന് നടന്നോളൂ എന്ന് പറഞ്ഞു. ആ സമയമായപ്പോ കൂളായിട്ട് പുള്ളി മുന്നോട്ട് പോയി. പുള്ളി പോകുന്നിടത്തൊന്നും ഒരധികാരികളും ഇല്ല, എല്ലാം തുറന്നു കിടന്നു. കൂളായിട്ട് ജയിലിന് പുറത്തു വന്നു. ഇന്ന് അദ്ദേഹം ജർമ്മനിയിലെത്തി, അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. കണ്ടോ, ദൈവത്തിൽ തന്നെ അസാധ്യമായത് ഒന്നുമില്ല പ്രിയമുള്ളവരെ. ദൈവം എന്നും ജീവിക്കുന്നു. സത്യദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ന് ഈ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം ഇരട്ടിയാണ്. കാരണം ഇനിയുള്ള സമയങ്ങളിലൊക്കെ ധാരാളം പ്രതിസന്ധികൾ വരുമ്പോ വിശ്വാസമില്ലാത്തവർ ഊതി വീർപ്പിച്ച ബലൂൺ പോലെയാണ്. അത് കാറ്റഴിച്ചു വിട്ടുന്നത് പോലെ ശൂന്യമാക്കപ്പെടും. അതുകൊണ്ട് പ്രാർത്ഥന, വിശ്വാസം, ഈ 2 കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും.
അതിനായിട്ടാണ് അപ്പോസ്തലന്മാര് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. വിശ്വാസം ഇല്ലാത്തവന് പരിശുദ്ധ കുർബാന ഒരു ചടങ്ങ് മാത്രമാണ്. വിശ്വാസമില്ലാത്തവന് വചന കേൾവി ചുമ്മാതെ ഒരു നേരപ്പോക്ക് മാത്രമാണ്. വിശ്വാസമില്ലാത്തവന് സഭയുടെ ആരാധനാക്രമം ഒന്നും, അവന് ഒരു ചിരി മാത്രമാണ്, അവനൊരു തമാശ മാത്രമാണ്, അവനൊന്നിനെയും ഗൗരവമായിട്ട് കാണുന്നില്ല. എല്ലാത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. ആ വിശ്വാസത്താൽ നമ്മൾ നിറയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനിയുള്ള ദിനങ്ങള് വളരെ നിർണായകമാണ്. നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുമ്പസാരത്തിനായിട്ട് നിങ്ങൾ കടന്നു വരണം. ഞായറാഴ്ച മുതൽ നിങ്ങൾക്ക് കുമ്പസാരത്തിന് ഞാൻ വൈകുന്നേരം 5:30 മുതൽ ഇവിടെ ഉണ്ട്. മറ്റു പള്ളികളെല്ലാം കുമ്പസാരം സ്റ്റാർട്ട് ചെയ്തു. അവർ എൻ്റെ അടുത്ത് വന്ന് പലരും വന്ന് കുമ്പസാരിച്ചു. അപ്പോൾ ഇതുവരെ നമ്മുടെ ഇടവകയിൽ നിന്ന് അങ്ങനെ ആരംഭമായിട്ടില്ല. ആശാഴ്ച നോക്കിയിരിക്കേണ്ട, ഇനിയുള്ള സമയങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഞായർ, തിങ്കൾ, ബുധൻ ദിവസങ്ങളിൽ നമുക്ക് സന്ധ്യാപ്രാർത്ഥനയും ധ്യാനമുണ്ട്. അതുപോലെ ചൊവ്വാഴ്ച വചനിപ്പാണ്. വചനിപ്പിന് പരിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചുകൊള്ളാം. നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. പ്രാർത്ഥിക്കുക പ്രത്യേകമായിട്ട്. മാർച്ച് 29 ഓശാനയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദൈവമേ എല്ലാത്തിനും പങ്കെടുക്കാനും നമുക്ക് ആരാധനയ്ക്ക് ഒരു സൗകര്യം ഒരുക്കി തരണമേ എന്നൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. വ്യാഴാഴ്ച, അടുത്ത ആഴ്ച 40-ാം വെള്ളിയുമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞായറാഴ്ച മുതൽ വൈകുന്നേരം 5:30 മുതൽ കുമ്പസാരത്തിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ജന്മദിനത്തിന്റെ പേര്, വിവരങ്ങൾ: ആരോൺ ഷിബു കുര്യൻ, സൺ ഓഫ് ഷിബു കുര്യൻ, ഓണാട്ട്, കോട്ടയം. ഇജോപി കുര്യാക്കോസ് പുറയാട്ട്, ചിങ്ങവനം. കിരൺ ജോയി പൊളിവേലി, പാലക്കാട്, നെന്മാറ. ജിബിൻ രാജു, വൈഫ് ഓഫ് ബെൻസൻ കെ ബാബു, കിഴക്കേ പറമ്പ്, മെച്ചുച്ച. നോബിൽ ചാക്കോ, മഴിക്കീർ, തിരുവല്ല. ജോഷ് രാജൻ, മാലത്തശ്ശേരി, ചിങ്ങവനം. ഗോഡ്വിയ സാറ പ്രിൻസ്, ഡോക്ടർ ഓഫ് പ്രിൻസ് എബ്രഹാം, ചിറ്റേടത്ത്, റാങ്ക്. അലോക് മനോജ് കുര്യൻ, സൺ ഓഫ് മനോജ് കുര്യൻ, നായിക്കമഠത്തിൽ, കുറിച്ചി. അലൻ ജേക്കബ് സുനിൽ, സൺ ഓഫ് സുനിൽ ജേക്കബ്, ഇടത്തും പറമ്പിൽ, നീലംപേരും. ജുവൽ മറിയം സോണി, ഡോക്ടർ ഓഫ് സോണി ജോയി, അറയ്ക്കൽ, നീലംപേരൂർ. സക്കറിയ ജേക്കബ്, കാവനാൽ, മഴിക്കീർ. റോബി തോമസ് സ്റ്റീഫൻ, കുർമനക്കൽ, റാന്നി. ജോസ് കെ ഡിക്കുള, കാത്തനാശ്ശേരി, കറ്റോട്. ബിപിൻ ജേക്കബ്, ചക്കൻകേരിൽ, വെളിയനാട്. നീബു ടിൻഡു, വൈഫ് ഓഫ് ടിൻഡു ടോം ജോസ്, ഒറ്റത്തെങ്ങിൽ, വെച്ചുചിറ. മിൻഡു മോനിച്ചൻ, വൈഫ് ഓഫ് ഡോണ ജോസഫ്, ഇടശ്ശേരിൽ, വെളുത്തുരുത്തി. മജു ജെയിംസ്, ഈശ്വരം പറമ്പിൽ, കുറിച്ചി. എഡ്വിൻ സ്റ്റെനി കുര്യാക്കോസ്, സൺ ഓഫ് സ്റ്റെനി കുര്യാക്കോസ്, മാങ്കോണത്ത്, പുത്തൻ വീട്ടിൽ, ചുള്ളിയോട്. അജീന ജിൻഡോ, വൈഫ് ഓഫ് ജിൻഡോ ജോയി, പൊയ്പാട്ടിൽ, കുറ്റൂര്. ഐഡ മാത്യു അനു, സൺ ഓഫ് അനു ചാക്കോ, പാതിപ്പറമ്പിൽ, ഓല. കേട്ടോ. ലിജോ തോമസ്, കൊഴിഞ്ഞൂർ, ഇരവിപ്പേരൂർ. ആബേൽ അനീഷ് തോമസ്, സൺ ഓഫ് അനീഷ് തോമസ്, ഐക്കാട്ട്, പുതുവേലി, റാന്നി. എൽവിൻ ഷെബി തോമസ്, സൺ ഓഫ് ഷെബി തോമസ്, കുറുപ്പും പറമ്പിൽ, വള്ളംകുളം. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ സൂമിലൂടെ ഇതിനെ സഹായിച്ച പ്രിയപ്പെട്ട ഡാൻസ് ചായനോട് പ്രത്യേകം നന്ദി നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥന നടത്തി കൈമത്തി സമാധാനത്താലെ ഭവനങ്ങളിലേക്ക് മടങ്ങും. മക്കളിലെ കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലെ നിങ്ങളുടെ
Someone pass the way of his soul. എന്റെ ശരീരം ഭക്ഷി നൽകിയിരിക്കുന്നവനെ ദൈവമേ അനുഗ്രഹിക്ക അപേക്ഷ കൈക്കൊള്ളണമേ ലേവിളിച്ചാൻ ദൈവം വാതിൽ തുറക്കോ ദാനിയേ വിളിച്ചപ്പോൾ മാലാഖ വന്നിറങ്ങി കർത്താവേ ഇടയേ നല്ല ശരേ നം ചെയ്യുക